ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മോനിക്ക് ഹൗലൈനി കാമിലൈൻ, 2 പൂർണ്ണമായ വർഷം എന്റെ കുഞ്ഞിന് ഞാൻ അമ്മിച്ചപ്പാല് കൊടുക്കുമ്പോൾ വലഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടേ ഞാൻ എപ്പോഴും മുലപ്പാല് കൊടുക്കാറുള്ളൂ. ഉമ്മമാര് ശ്രദ്ധിക്കണം, കൊച്ചുമക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ എപ്പോഴും വലഭാഗത്ത് മുലപ്പാല് കൊടുത്തുകൊണ്ടേ ആരംഭിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മിഞ്ഞപ്പാല് കുടിച്ചപ്പോൾ ഹലീമ ബീവിയുടെ മുലപ്പാല് കുടിച്ചുകൊണ്ടാണ് വളരുന്നത്, അല്ലേ? ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വലത്തെ മുലപ്പാലല്ലാതെ ഒരിക്കലും നബി തങ്ങൾ കുടിച്ചിട്ടേയില്ല. അതിലൊരുപാട് കാരണങ്ങൾ പറയാനുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ കുട്ടിയെ വലഭാഗത്തോട് കേട്ട് അമ്മിഞ്ഞപ്പാല് വലഭാഗത്തുനിന്ന് കൊടുക്കണം. ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പറഞ്ഞു, ഞാൻ വലഭാഗത്തുനിന്നേ കൊടുക്കാറുള്ളൂ. 2 വർഷം ഞാൻ എൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ബിസ്മി ചൊല്ലാൻ ഞാൻ മറന്നിട്ടില്ല. മുലക്കണ്ണ് കുട്ടിയുടെ വായിലേക്കാണ് വെക്കുമ്പോൾ കുട്ടി കൂടി കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. നമ്മളെ മനസ്സിൽ ചൊല്ലിയാ പോരാ, കുട്ടിയും കൂടി കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായ നിങ്ങൾ? രണ്ടാമത്, കുട്ടികൾ അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ അവരെ വയറ് നിറഞ്ഞ് അവർക്ക് സന്തോഷമായാൽ കുട്ടി തന്നെ ആ മുലക്കണ്ണ് സ്വയം ഉപേക്ഷിക്കും. അല്ലാതെ അതിന് മുമ്പ് വായിൽ വെച്ചു കൊടുത്തിരിക്കുന്ന അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നത് നമ്മൾ മുറിക്കരുത്. കുട്ടി കുടിച്ച് തീരട്ടെ, അതാ വേണ്ടത്. അപ്പൊ അങ്ങനെ കുഞ്ഞ് അമ്മിഞ്ഞപ്പാല് മുലക്കണ്ണ് ഇങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഉമ്മ പറയണം അൽഹംദുലില്ലാഹ്. ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പറഞ്ഞു, എന്റെ മോനിക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല. കുടിച്ചു കഴിഞ്ഞ ശേഷം 2 കൊല്ലം മുലപ്പാല് കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ഞാൻ അൽഹംദുലില്ലാ മറന്നുപോയിട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉമ്മ പറഞ്ഞു, ശരീരത്തിന് വൃത്തിയില്ലാത്ത തരത്തിൽ ഞാൻ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാറില്ല. ചിലപ്പോ അടുക്കളയിൽ മീൻ നന്നാക്കണുണ്ടാവും, അല്ലേ? അപ്പൊ ശരീരത്തിലൊക്കെ ഒരു മീനിന്റെ സ്മെല്ലുണ്ടാവും. ആ തീക്കത്ത് ഇങ്ങനെ നിന്നിട്ട് ശരീരാകെ വിയർത്തിട്ടുണ്ടാവും. ആ വിയർപ്പോടുകൂടെ ആ മത്സ്യത്തിന്റെ വാസന ശരീരത്തിൽ നിർത്തി മനസ്സുകൊണ്ട് അത്ര സന്തോഷകരമല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നത് നല്ല കാര്യമല്ല. പ്രസവിച്ചു കിടക്കുന്ന ഉമ്മ ശരീരം എപ്പോഴും വൃത്തിയാക്കി നിർത്തണം. വിയർപ്പിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, ദുർഗന്ധങ്ങളിൽ നിന്ന് ഒക്കെ നല്ല വൃത്തിയാക്കി നിർത്തിയിട്ട് കുളിച്ച് നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല മട്ടത്തിൽ നല്ല ഡ്രസ്സ് ധരിച്ച് എന്നിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ശ്രദ്ധിക്കാൻ. അമ്മിഞ്ഞപ്പാല് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉമ്മ കുട്ടിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കണം. കുട്ടി തീർച്ചയായും ഉമ്മയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കുട്ടിയെ നോക്കിക്കൊണ്ട് ഉമ്മ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം. ഇടക്കിടക്ക് ഉമ്മ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കണം. അങ്ങനെ സ്നേഹവാത്സല്യത്തിന്റെ അങ്ങേ അറ്റം കുട്ടിയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മയിൽ നിന്ന് അമ്മിഞ്ഞപ്പാൽ ഇങ്ങനെ കിട്ടുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയിലെ സ്വഭാവ ഗുണത്തിന്, അനുസരണത്തിന്, ആ കുട്ടി നല്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനെല്ലാം ബിസ്മിയിലൂടെ കിട്ടിയിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, അൽഹംദുലില്ലയിലൂടെ അവസാനിച്ചിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, നല്ല സ്നേഹത്തോട് കൂടെ കൊടുത്തിരിക്കുന്ന ഉമ്മ കൊടുത്തിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, അത് വല്ലാത്തൊരു മുതലാണ്. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹാ ഇബ്രാഹിം എന്ന കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ട് കുട്ടിയെ ഇങ്ങനെ പോറ്റി വളർത്തി. ഇടക്കിടക്ക് ഒരു വയസ്സൊക്കെ പ്രായമായി കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് മുത്തുനബിയുടെ കൂടെ, സ്വഹാബാക്കൾക്കെല്ലാം കുട്ടിയോട് വല്ലാത്ത കൗതുകം, സന്തോഷം. മുത്തുനബിന്റെ മോനല്ലേ, 10 ഭാര്യമാര് നബിതങ്ങൾക്കുണ്ട്, അവർക്കാർക്കും കുട്ടികളില്ലല്ലോ. ഖദീജ ബിബിയിലുണ്ടായ ഫാത്തിമു അല്ലാത്ത മക്കളൊക്കെ മരണപ്പെട്ടും പോയല്ലോ. ഇതാണെങ്കിൽ ഒരു ഇബ്രാഹിം എന്ന കുട്ടി, അല്ലാഹു റബ്ബി, ആൺകുട്ടിയുമാണല്ലോ. എല്ലാവർക്കും സന്തോഷം. അങ്ങനെ പോകുന്ന മധ്യേ
കുട്ടിക്കൊരു 1.5 വയസ്സ്. ആ സമയത്ത് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരു വിവരം നബി തങ്ങളിലേക്ക് വന്നു. പെട്ടെന്ന് നബിയെ തങ്ങൾ വരണം. പെട്ടെന്ന് റസൂലുള്ളാഹിനോട് വീട്ടിൽ ചെല്ലുന്നതിന് വേണ്ടി വിവരം കിട്ടി. യാ റബ്ബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ വിവരം അറിയിച്ചതനുസരിച്ച് റസൂലുള്ളാഹി മാരിയത്ത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കിട്ടി. മാരിയത്ത് വിളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ റസൂലുള്ളാഹി അടക്കമുള്ള കുറച്ച് സ്വഹാബാക്കളും പോയി. കുട്ടിക്ക് 1.5 വയസ്സിങ്ങനെ ആയി വരുന്ന സമയത്ത് നബി തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അടക്കമുള്ള സ്വഹാബാക്കളും മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ മാരിയത്ത് റളിയല്ലാഹു അൻഹ നിറഞ്ഞ കണ്ണുനീരോടുകൂടെ കുടുകുടാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പിഞ്ചോമന പൈതലിനെ ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി, മുത്തുനബിയുടെ അടുക്കലേക്ക് മാരിയത്ത് റളിയല്ലാഹു അൻഹ ആ ചെറിയ പോമന പൈതലിനെ കയ്യിൽ ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് വന്നു. നബി തങ്ങളെ മടിത്തട്ടിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് ചെറിയൊരു ശ്വാസോച്ഛ്വാസം ഇങ്ങനെ ഉണ്ട്, ചെറിയൊരു ജീവനപ്പുണ്ട്. നബി തങ്ങളെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായി. നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഒരു സ്വർഗം ഉമ്മയുടെ ഗർഭാശയമാണ് മിനി സ്വർഗം. അടുത്ത സ്വർഗത്തിലേക്കുള്ള യാത്ര ഇന്നായിരിക്കുമോ, നാളെ ആയിരിക്കുമോ, കൊച്ചുനാളിലായിരിക്കുമോ, വാർദ്ധക്യത്തിലായിരിക്കുമോ, യുവത്വത്തിലാകുമോ, ബാല്യത്തിലാകുമോ, ഇരുട്ടിലാകുമോ, വെളിച്ചത്തിലാകുമോ, അല്ലാഹു അഅലം. ആറ്റുനോറ്റ് മുത്തുനബിക്കുണ്ടായ മോന്, അതിന് പേര് ഇബ്രാഹിം, അതും വയസ്സ് 1.5. ആ സമയത്ത് കുട്ടി വാപ്പയുടെ മടിത്തട്ടിൽ നിന്ന് മുത്തുനബിയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് കുട്ടിയുടെ അന്ത്യശ്വാസം സംഭവിച്ചു. കുട്ടി മരണപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ നബി തങ്ങളെ കണ്ണുനീര് നിറഞ്ഞുപോയി. ആ കണ്ണുനീര് നിറഞ്ഞത് കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ തങ്ങളും കരയുകയാണോ? എന്നുവെച്ചാൽ മരിച്ച വിവരം കേട്ടിട്ട് അങ്ങനെ കരയരുത് എന്ന് റസൂലുള്ളാഹി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചത്, നബിയെ തങ്ങളും കരയാണോ? നബി തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ മാറത്തടിച്ച് അട്ടഹാസിച്ച് എനിക്കിനി ആരാണെന്ന് പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പോർവിളി നടത്തിക്കൊള്ള കരച്ചിലുണ്ട്, അത് പാടില്ല. ഈ കണ്ണുനീരെന്ന് പറയുന്നത് അല്ലാഹു തആല കൃപയുടെ ഭാഗമായി വെച്ചതാണ്. കൃപയുടെ കണ്ണുനീർ അത് അല്ലാഹു തആല അനുവദിച്ചതാണ്. അപ്പോഴേക്കും മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയും അവരെ ജ്യേഷ്ഠത്തി സീരീനും അവരൊക്കെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുക്കി ഇങ്ങനെ നിർത്തുമ്പോ റസൂലുള്ളാഹി തങ്ങളെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് റൂഹ് പിരിഞ്ഞ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അകത്തേക്ക് ശേഷക്രിയക്ക് വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാരിയത്തിന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ സഭയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ഇന്നബിനി ഇബ്രാഹിം ലദസ്സദി, എന്റെ മോൻ ഇബ്രാഹിം എന്ന കുട്ടി അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പ്രായമാണ്. അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നത് നിർത്തണമെങ്കിൽ 2 വയസ്സാവണം, 1.5 വയസ്സേ ആയിട്ടുള്ളൂ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി സമയത്ത് മുലപ്പാല് കൊടുക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു തആല ഉമ്മമാരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യുകമ്മിലാനിർ റളാഅ, ഈ കുട്ടിയുടെ അമ്മിഞ്ഞപ്പാല് പൂർത്തിയാക്കി കൊടുക്കാൻ സ്വർഗത്തിൽ അല്ലാഹു തആല ഉമ്മമാര് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാരിയ, നീ വിഷമിക്കണ്ട, നമ്മുടെ മോനിക്ക് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. മുഅ്മിനിന്റെ ജീവിതം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. വലിയ സ്വർഗം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി മധ്യേ
നമ്മൾ റൂട്ട് തെറ്റിപ്പോകാൻ പാടില്ല. അതിനാണ് ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ കുട്ടിയെ ഖുർആൻ ഓത്ത് അല്ലാഹു തആല കേൾപ്പിക്കുന്നത്. ഉമ്മയുടെ ദിക്ർ കുട്ടിയെ കേൾപ്പിക്കുന്നത്. ഉമ്മ ഇങ്ങനെ നിസ്കരിക്കാൻ ആ നിസ്കാരത്തിൽ ഉമ്മ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഗർഭിണി നിസ്കരിച്ചുകൊണ്ട് ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഗർഭിണി നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്ത് ഇങ്ങനെ ഓതുമ്പോൾ കുട്ടി കേൾക്കുന്നുണ്ട്. അല്ലാഹ് ഗർഭിണി ഖുനൂത്ത് ഓതുകയാണ്. ആ ഗർഭിണിയായ മോളിങ്ങനെ ഖുനൂത്ത് ഓതുമ്പോൾ കുട്ടി അത് കേൾക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശു ഉമ്മയുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഗർഭിണികൾ നല്ലത് സംസാരിക്കണേ, ഗർഭിണികൾ അല്ലാഹു പൊരുത്തപ്പെടുന്നത് സംസാരിക്കണേ. ഗർഭിണികളെ നിങ്ങൾ വെറുപ്പിക്കല്ലേ, ഗർഭിണികളെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഗർഭിണികൾ എപ്പോഴും ശരീരം വൃത്തിയാക്കി നിർത്തണേ, ഗർഭിണികൾ എപ്പോഴും മനസ്സ് വൃത്തിയാക്കി നിർത്തണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചത് ഒരു സൗന്ദര്യമല്ലേ, സന്തോഷമല്ലേ, ആനന്ദമല്ലേ ഇസ്ലാമിന്റെ ജീവിതം. നമ്മളതിനൊന്ന് പഠിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് അല്ലാഹുവേ ഖൈറിന്റെ വാതിൽ തുറന്നു തരണേ അല്ലാഹ്.